നമുക്ക് കാലാവസ്ഥാ വിവരങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ. 14 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ഷഹദ് റഹ്മാനും സുനിഷ അയ്യല്ലൂരും ചേരുന്നു. ആദ്യം കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ നിന്നും ഷഹദാണ് ചേരുന്നത്. ഷഹദ്, രാവിലെ മുതൽ ശക്തമായ മഴയാണ്, നല്ല കാറ്റുണ്ട്. ഇപ്പൊ കോഴിക്കോട് എങ്ങനെയുണ്ട് മഴ? മലബാറിലാകെ എന്താണ് സ്ഥിതി? അതായത് കോഴിക്കോട് ഇപ്പോൾ മഴയില്ല, പക്ഷേ ഈ സമയം വരെ നല്ല അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ഈ കാറ്റ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മലയോര മേഖലകളിൽ ചാറ്റൽ മഴ മാത്രമേ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കോഴിക്കോട് നഗരം പരിശോധിക്കുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കോഴിക്കോടിന് പുറമെ മലബാറിന്റെ മൊത്തം സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് കോഴിക്കോടിന് പുറമെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വൈകിട്ടോടുകൂടി മഴ അതിശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അത് ശ്രദ്ധ പുലർത്തണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മരം, അതായത് കാറ്റ് അതിശക്തമായിട്ട് വീശുന്ന പശ്ചാത്തലത്തിൽ ഈ ഏത് സമയവും നിലം പതിക്കാൻ ഉള്ള മരങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ചില്ലകളുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള മരങ്ങളോ ചില്ലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിലേക്ക് പോകാതെ നിൽക്കുക. ഒപ്പം തന്നെ ഇടി മിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കരുതൽ എടുക്കണം എന്ന നിർദ്ദേശമാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്, പക്ഷേ വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഓക്കെ, നമുക്ക് അലേർട്ടുകൾ കൂടി നോക്കാം. സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, ഇന്ന് ഓറഞ്ച് അലേർട്ടുകളുള്ള ജില്ലകൾ ഒരുപാടുണ്ട്. നാളെയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണല്ലേ? ജാഗ്രത കൈവെടിയരുത്, മഴ കരുതണം. ഉറപ്പായിട്ടും റോഷ്നി, മഴ കരുതണമെന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സജീവമാകുകയാണ്. ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒപ്പം തന്നെ 6 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അത് റോഷ്നി പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം ഈ 6 ജില്ലകൾക്കാണ് നിലവിലിപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. ഇപ്പോൾ കോഴിക്കോടൊക്കെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേ രീതിയിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. വരുന്ന ദിവസങ്ങളിലെല്ലാം വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ ശക്തമായ ഉയർന്ന കാറ്റിനുള്ള സാധ്യതയും ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയും എല്ലാം തന്നെയുണ്ട്. കടലാക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ അറബിക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആന്ധ്ര തീരത്ത് ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂലൈ 2 വരെ മഴ കനത്ത് തന്നെ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതിനനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. നേരത്തെ യെല്ലോ അലർട്ടുകളൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുകൾ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഏതായാലും അടുത്ത ജൂലൈ 2 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി വടക്കൻ കേരളത്തിലായിരിക്കും മഴ ശക്തമാകുക എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. റോഷ്നി, ശരി, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥാ വിവരങ്ങളാണ് സുനിഷ വിശദീകരിച്ചത്.